KCYM തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യുവജന മതബോധന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യുക്യാറ്റ് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യുവജനങ്ങളോട് സംവദിക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനുമായി നമ്മോട് ഒപ്പമുള്ളത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയും ഏകദേശം 30ഓളം ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവിനോട് സംവദിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായി ഇന്ന് ഈ സെഷനിൽ നമ്മോട് കൂടെയുള്ളത് KCYM ചെറുപുഴ മേഖലയിലെ യുവജന സുഹൃത്തുക്കളാണ്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാ യുവജനങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ വിശ്വാസത്തെക്കുറിച്ചും മനുഷ്യജീവനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം മുതലായ കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ നമ്മൾ മനസ്സിലാക്കി. ഈ എപ്പിസോഡിൽ മനുഷ്യനും സഹജീവികളുമായി, അതായത് മറ്റ് മൃഗങ്ങളുമായുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നാം അവയെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അഭിവന്ദ്യ പിതാവേ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് സോനയാണ്. സോനയെ കേൾക്കാം. പിതാവേ, എൻ്റെ പേര് സോന. എൻ്റെ ചോദ്യം, മറ്റു സൃഷ്ടികളോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം എപ്രകാരമായിരിക്കണം? മൃഗീയം എന്ന പ്രയോഗം സാധാരണ മോശമായി പെരുമാറുന്നതിനെ സൂചിപ്പിക്കുന്നതാണല്ലോ. മൃഗീയം എന്ന പ്രയോഗം തന്നെ ശരിയാണോ? സോന ഒരു മൃഗപക്ഷവാദിയാണ് എന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. മൃഗങ്ങളോട് വളരെ കരുതലും സ്നേഹവും, മനുഷ്യൻ്റെ ഏറ്റവും ഹീനവും കിരാതവുമായ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഏത്? മൃഗീയം എന്ന് പറയുന്നത്, അല്ലേ? മൃഗങ്ങൾക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവ കേസ് കൊടുക്കുമായിരുന്നു. കാരണം മൃഗങ്ങൾ ഇത്രയും ഹീനമായ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. നിങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന കിരാതമായ ഹീനമായ പ്രവൃത്തികളെ മൃഗീയം എന്ന് വിളിച്ച് ഞങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല. ഇതാണ് സോന ഉദ്ദേശിക്കുന്നത്. യെസ്, സോന ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതിന് ഉത്തരം പറയാൻ പര്യാപ്തമാണ്. ഇതര സൃഷ്ടജാലങ്ങളോട് മനുഷ്യരുടെ പ്രതികരണം എപ്രകാരമായിരിക്കും? അഥവാ ഇപ്പം മറ്റ് മൃഗങ്ങളോടാകട്ടെ സസ്യജാലങ്ങളോടാകട്ടെ നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കണം, അവയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. എല്ലാം ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ രൂപം കൊണ്ട സൃഷ്ടികളാണ്. ആ സൃഷ്ടികൾ ഓരോന്നിനും ഈ ജീവശൃംഖലയിൽ അതിൻ്റേതായ ധർമ്മം നിറവേറ്റാൻ വേണ്ടിയുണ്ട്. ഇന്നലെ ഞാൻ വന്യജീവികളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഒരു വനപാലകരുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ പങ്കെടുത്തു. അതിലവർ പറഞ്ഞ ഈ നാട്ടിലെല്ലാം കാട്ടുപന്നികൾ ഒരുപാട് പെറ്റുവരിക ഇല്ലേ? കാട്ടുപന്നികൾ നിങ്ങളുടെയൊക്കെ പറമ്പിക്കടയില്ലേ? ഉണ്ട്. അപ്പോൾ ഈ കാട്ടുപന്നികൾ ഇങ്ങനെ പെരുകുന്നതിൻ്റെ പല കാരണങ്ങൾ അവർ പറഞ്ഞപ്പോൾ അതിൽ ഒരു കാരണം പറഞ്ഞ ഇതാണ്: നമ്മളുടെ നാട്ടിൽ കുറുക്കന്മാർ തീരെ ഇല്ലാണ്ടായി. കുറുക്കന്മാരുണ്ടായിരുന്നെങ്കിൽ പന്നി ഇങ്ങനെ പെരുകുമായിരുന്നില്ല. ഞാൻ ചോദിച്ചത് എങ്ങനെ ഈ കുറുക്കനും പന്നിയും തമ്മിലുള്ള ബന്ധം? അപ്പോൾ അവർ പറഞ്ഞ ഇങ്ങനെയാണ്: ഈ കുറുക്കന്മാർ ഇങ്ങനെ പെരുകുമ്പോൾ ഈ പന്നി പ്രസവിച്ച കുഞ്ഞുങ്ങൾ പന്നി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഈ കുറുക്കൻ ചാടി ഓരോന്നിനെയും കടിച്ചെടുത്തുകൊണ്ട് വിട്ടുപോകും. അങ്ങനെ ഒരു പകുതിയോളം കാട്ടുപന്നി കുഞ്ഞുങ്ങൾ ഇല്ലാതാക്കുന്നത് ഈ കുറുക്കന്മാരായിരുന്നു. ഞാൻ ശാസ്ത്രീയമായി ഗ്രഹിച്ചിട്ടൊന്നും പറയുന്നതല്ല, അവർ പറഞ്ഞ ഒരു നിരീക്ഷണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ജീവജാലങ്ങളുടെ ഒരു ശൃംഖലയിൽ
എല്ലാ ജീവികൾക്കും അതിൻ്റേതായ ദൗത്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന ജീവി പ്രയോജനശൂന്യമാണ്, ഇന്നതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന്, ഇത് ശല്യം മാത്രമാണ് ഈ ജീവി എന്ന മട്ടിൽ നമ്മൾ പ്രതികരിക്കരുത്. എല്ലാം സൃഷ്ടാവിൻ്റെ അനന്തബുദ്ധിയിൽ, അവിടുത്തെ രക്ഷാകര പദ്ധതിയിൽ എല്ലാ ജീവികൾക്കും പ്രാധാന്യമുണ്ട് എന്ന ചിന്തയോടെ നമ്മൾ ജീവജാലങ്ങളെ മനസ്സിലാക്കണം. അത് മൃഗങ്ങളെ ആകട്ടെ സസ്യങ്ങളെ ആകട്ടെ ഈ ലോകത്തിൻ്റെ ജൈവ വ്യവസ്ഥയെ മുഴുവനും നമ്മൾ സ്നേഹിക്കണം. പലപ്പോഴും അതില്ലാതെ പോകുമ്പോഴെന്ത് സംഭവിക്കുന്നു? പല ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോൾ വെറുതെ ഈ മരമൊക്കെ ഇങ്ങനെ നിന്നിട്ട് എന്നാ കാര്യമെന്ന് ചോദിച്ച് മരമെല്ലാം വെട്ടിവെളുപ്പിച്ച് നാട്ടിലെ ഫോറസ്റ്റ് മുഴുവനും ഇല്ലാതാക്കിയാൽ ഈ നാട്ടിൽ വരൾച്ചയും പ്രകൃതി ദുരന്തങ്ങളും നമ്മളെ കാത്തിരിക്കും എന്ന് നാം തിരിച്ചറിയുന്നു, അല്ലേ? നിങ്ങൾ ക്ലാസ്സിൽ ഇക്കോളജി പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ, ആവാസ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട്. പരിസ്ഥിതി അത് സംരക്ഷിക്കണമെങ്കിൽ അത് മനുഷ്യനെന്ന ഒരു വ്യക്തിയുടെ മാത്രം സുരക്ഷിതത്വവും സന്തോഷവും നോക്കിയാൽ പോരാ, ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമ്പോഴാണ് ഈ പരിസ്ഥിതി സംരക്ഷണം സാധ്യമാകുന്നത്. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സോന? ഉണ്ട് പിതാവേ. യെസ്. അപ്പോൾ ഇതര സൃഷ്ടജാലങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് ആദരവിൻ്റെയും കരുതലിൻ്റെയും നമ്മൾക്ക് പരസ്പരം ആവശ്യമുണ്ട് എന്നുള്ള അവബോധത്തിൻ്റെയും വെളിച്ചത്തിലായിരിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയുക. മൃഗീയം എന്ന പദം ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചാൽ ചില മൃഗങ്ങൾ വളരെ ക്രൂരമായൊക്കെ പെരുമാറാറുണ്ട്, അല്ലേ? സിംഹം, കടുവ ഇതൊക്കെ മറ്റ് പാവപ്പെട്ട മാനിനെയൊക്കെ പിടിച്ച് കടിച്ച് കീറി തിന്ന് ജീവനോടെ പച്ചയ്ക്ക് തിന്നുന്നതാണ്, അല്ലേ? അതൊക്കെ ക്രൂരതയാണ്. ക്രൂരതയെ സൂചിപ്പിക്കാൻ അത്തരം ചില പദങ്ങൾ ഉപയോഗിക്കുന്നു എന്നല്ലാതെ പലപ്പോഴും ഇവ അവയുടെ ആഹാരത്തിന് വേണ്ടി മാത്രമേ മറ്റ് മൃഗങ്ങളെ കൊല്ലുള്ളൂ. മനുഷ്യനെ പോലെ ഒരു വിനോദം തോന്നി തോക്കും എടുത്തിറങ്ങി വഴിയെ കാണുന്ന 10-20 എണ്ണത്തിനെ വെടിവെച്ച് കൊല്ലുക, ക്ലാസ് റൂമിൽ കയറി ഒരു ക്ലാസ്സിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുക, അങ്ങനത്തെ ഹീനകൃത്യങ്ങൾ ഒരു മൃഗവും ചെയ്യാറില്ല. അല്ലെ ഒരു നഗരത്തിലേക്ക് ഒരു ആറ്റം ബോംബ് കൊണ്ടുപോയിട്ട് ആ നഗരത്തിൽ അന്നേരം ജീവിക്കുന്നവർ മാത്രമല്ല വരും തലമുറകളെ തന്നെ ഇല്ലാതാക്കുന്ന ഹീനകൃത്യങ്ങൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുവല്ലോം മൃഗങ്ങൾ ചെയ്യുമോ? ഇല്ല. അതുകൊണ്ട് മൃഗീയം എന്ന പദത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ മനുഷ്യൻ്റെ പല ഹീനകൃത്യങ്ങളെയും നമ്മൾ നിസാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. മൃഗങ്ങൾ അപ്രകാരമുള്ള ഹീനകൃത്യങ്ങൾ ചെയ്യാറില്ല എന്നുള്ള സോനായുടെ നിരീക്ഷണം വളരെ ശരിയാണ്. അതുകൊണ്ട് മൃഗീയം എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ അരുതാഴികളെയും കിരാതമായ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കരുത് എന്ന് സോന പറഞ്ഞത് എന്നോട് ഞാനും പൂർണ്ണമായി യോജിക്കും. നന്ദി പിതാവേ. അഭിമന്യ പിതാവ് ഒരു ടെർമിനോളജിക്കൽ ക്ലാരിഫിക്കേഷനാണ് ഇപ്പം നൽകിയത്. പിതാവിന് പ്രത്യേകം നന്ദി. രണ്ടാമത്തെ ചോദ്യവുമായി നമ്മുടെ കൂടെയുള്ളത് കെസിയായാണ്. കെസിയായെ നമുക്ക് കേൾക്കാം. പിതാവേ, എൻ്റെ പേര് കെസിയ. എൻ്റെ ചോദ്യം ഇതാണ്: വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യത്തിൽ എല്ലാ സൃഷ്ടികളും നമ്മുടെ സഹോദരങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് മറ്റ് സൃഷ്ടികളോട് നാം സാഹോദര്യം പ്രകടമാക്കേണ്ടത്? യെസ്, കെസിയ ചോദിക്കുന്നത് മറ്റ് സൃഷ്ടികളോട് നാം എങ്ങനെയാണ് സാഹോദര്യം പ്രകടമാക്കുന്നത് എന്നുള്ളതാണ്, അല്ലേ? കെസിയായിക്ക് സഹോദരങ്ങളുണ്ടോ? ഉണ്ട്. ആരൊക്കെയാ? ഒരു ചേട്ടൻ. ഒരു ചേട്ടൻ. പിന്നെയോ? 2 പേരേ ഉള്ളൂ നിങ്ങൾ? ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. പുള്ളിയോട് എങ്ങനെയാണ് സാഹോദര്യം കെസിയ പ്രകടിപ്പിക്കുന്നത്? ചേട്ടൻ്റെ പേരെന്നാ? കെവിൻ. കെവിൻ. ആ, കെവിൻ എന്നാ ചെയ്യുന്നേ? നേഴ്സിംഗ് പഠിക്കുന്നു. കെസിയായോ? ഞാൻ +1. +1ലാണ്. നീ നേഴ്സിങ്ങിന് പോവുമോ?
സാധ്യതയുണ്ട് അല്ലേ? നിങ്ങളെങ്ങനെയാണ് ഈ സാഹോദര്യം ചേട്ടായി എങ്ങനെയാണ് സഹോദരനായി കരുതി കെസിയ പരിഗണിക്കുന്നത്? സ്നേഹത്തോടെയാണ്. സ്നേഹത്തോടെ അല്ലേ? ഇതര സൃഷ്ടികളോട് നമ്മൾ എങ്ങനെ സാഹോദര്യം പ്രകടിപ്പിക്കണം എന്ന് ചോദിച്ചാൽ ഇതുപോലെ അവയും സ്നേഹിക്കുക എന്നുള്ളു. ശരിക്കും ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ അങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ പറയുക മാത്രമല്ല, അദ്ദേഹം അവയെല്ലാം സഹോദര സഹോദരീന്നേ വിളിക്കൂ. സഹോദരി മീനെ എന്ന് പറഞ്ഞുകൊണ്ട് കടലിൽ പോയി പുള്ളി എല്ലാ മീനുകളെയും വിളിച്ചു കൂട്ടി അവരോട് സുവിശേഷം പ്രസംഗിക്കും. ചെന്നായ ഒരു പ്രദേശത്തെ ഒരു ചെന്നായ ഇറങ്ങി ആ പ്രദേശത്ത് മുഴുവനും വലിയ ഉപദ്രവം ചെയ്യും. മനുഷ്യനെ കണ്ടാൽ കടിച്ചു കീറുന്ന ചെന്നായാണ്. ഫ്രാൻസിസ് അസീസി പുണ്യാളൻ കാട്ടി കയറി ചെന്ന് ആ ചെന്നായോട് പറഞ്ഞു, സഹോദരൻ ചെന്നായെ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നീ അങ്ങനെ ചെയ്യുന്നത് മര്യാദകേടല്ലേ, അവർ നിന്റെ സഹോദരങ്ങളല്ലേ, സ്നേഹിക്കണ്ടേ എന്നും ചോദിച്ച് ആ ചെന്നായുടെ തോളെ കൈയിട്ടുകൊണ്ട് ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന ഒരു കഥയുണ്ട്. അതായത് എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആദരവിൻ്റെ, കരുതലിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ ഒരു സംസ്കാരം സൂക്ഷിക്കണം. ഇതാണ് അസീസി പുണ്യവാളൻ്റെ പ്രകൃതി ദർശനം എന്ന് പറയും. നമുക്കറിയാം ഈ വന്യമൃഗങ്ങൾ എന്തുകൊണ്ടാണ് മനുഷ്യരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യനെ അത് പേടിച്ചിട്ടാണ് അല്ലേ? മനുഷ്യനെ ശരിക്കും പേടിയാണ് മറ്റു മൃഗങ്ങൾക്ക്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നതിന് മുമ്പ് അവനെ ചവിട്ടിക്കൊല്ലണമെന്ന് ആന വിചാരിക്കുകയാണ്. ആനയ്ക്ക് മനുഷ്യനെ കാണുമ്പോഴേ കൊല്ലണമെന്ന് ചിന്തയൊന്നുമില്ല. ആന മനുഷ്യനുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞാൽ അത് മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ല. എത്ര സൗഹൃദത്തിലാണ് പാപ്പാൻ വെള്ളമടിച്ച് പൂസായി കിടക്കുന്ന പാപ്പാനെ ആരും ഉപദ്രവിക്കാതിരിക്കുക, അതിനിങ്ങനെ പൂസിറങ്ങുന്നത് വരെയും കാവലിരിക്കുന്ന ആനയെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? അങ്ങനത്തെ എന്തൊരു കരുതലും സ്നേഹവുമാണ് ആനയ്ക്ക്. സത്യത്തിൽ ഈ മൃഗങ്ങൾ മനുഷ്യർക്കെതിരായി തിരിയുന്നതിൻ്റെ പിന്നാമ്പുറത്ത് മനുഷ്യൻ തൻ്റെ ശത്രുവാണ്, തൻ്റെ നാശത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പരിശ്രമിക്കുന്നത് എന്ന് ഇതര മൃഗങ്ങളുടെ ചിന്തയുള്ളതുകൊണ്ട്. പാമ്പ് ഒരു മനുഷ്യനെയും കടിക്കാൻ അതിന് താല്പര്യമില്ലെന്നാണ് പറയും. പക്ഷെ ചെന്ന് അതിൻ്റെ തലയിലോട്ട് ചവിട്ടിയാൽ അത് പിന്നെ എന്നാ ചെയ്യുന്നു അല്ലേ? നിവൃത്തിയുണ്ടെങ്കിൽ പാമ്പ് നമ്മൾ നടന്നു വരുന്ന കാണുമ്പോൾ വഴിമാറിപ്പോകാനേ ചെയ്യും. ഏതെങ്കിലും പാമ്പ് അവൻ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് പുറകെ ഇട്ട് കടിക്കാറുണ്ട്? ഇല്ല. അതിനെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം അത് നമ്മളെയും ഉപദ്രവിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മൃഗങ്ങൾക്ക്, ഇതര ജീവജാലങ്ങൾക്ക് മനുഷ്യനോട് സഹവർത്തിത്വത്തിലും സഹകരണത്തിലും ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഇതാണ് ഫ്രാൻസിസ് അസീസി പുണ്യാളൻ്റെ പ്രകൃതി ദർശനം എന്ന് പറയുന്നത്. അദ്ദേഹം പറയും, ഈ പുല്ലിനെയും മരങ്ങളെയും പുഷ്പങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചതാരാ? ദൈവമായ കർത്താവ്. ദൈവത്തിന് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഈ സകല ജീവജാലങ്ങൾക്കും മനുഷ്യനെ പോലെ സഹനമുണ്ട്, മനുഷ്യനെ പോലെ സ്നേഹമുണ്ട് എന്ന് അദ്ദേഹം പറയും. നമ്മൾ ഒരു മരത്തെ പോയി വാക്കത്തേക്ക് വെട്ടിയാൽ അതിൻ്റെ ചോര, മരത്തിൻ്റെ ചോര ഊർന്നു വീഴും. അസീസി പുണ്യാളൻ പറയാം, മരം കരയുമാണ്. അതിനെ ചുമ്മാ പോയി വെട്ടിയതിൻ്റെ നമ്മൾ ചുമ്മാ ഒരു വാക്കത്തി കൊത്തി വെക്കാൻ വേണ്ടി പോയി അതിനിട്ട് വെട്ടിയതാണ്. പക്ഷേ അതിൻ്റെ ചോരയാണ് ആ നീരായി ഒഴുകി വരുന്നത്. അത് കാണുമ്പോൾ അത് ആ മരം കരയുന്നതാണ്. ആ മരത്തിനും വേദനിച്ചു, ആ വേദന കൊണ്ട് അത് കരയുന്നതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പഠിക്കുക. ഭാരതത്തിൻ്റെ മാമുനിമാർ ഈ മണ്ണിലൂടെ നടക്കുമ്പോൾ അവർ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ടായിരുന്നു, പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞാൽ, പാദം കൊണ്ട് ഭൂമി മാതാവേ നിന്നെ സ്പർശിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന്. ബുദ്ധസന്യാസിമാർ നടക്കുമ്പോൾ ഒരു ചൂലും കൊണ്ടാണ് നടന്നിരുന്നത്. ചെറിയ പ്രാണി വല്ലതും അവരുടെ കാലിൻ്റെ അടിയിൽപ്പെട്ട് ചത്തുപോകാതിരിക്കാൻ വേണ്ടി ചൂല് വെച്ച് പയ്യെ താൻ നടക്കുന്ന വഴികൾ ഇങ്ങനെ വകഞ്ഞു മാറ്റി നടക്കും.
അതൊക്കെയും ഈ പ്രപഞ്ചത്തോടുള്ള വലിയ കരുതലിൻ്റെ, കരുണയുടെ ഒരു ഭാവമാണ്. ശരിക്കും ജീവജാലങ്ങളെ സാഹോദര്യ മനോഭാവത്തോടെ നമുക്ക് കരുതാനും സ്നേഹിക്കാനും കഴിഞ്ഞാൽ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും നിങ്ങളെല്ലാം തന്നെ കർഷക കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. കർഷകർക്ക് ഈ വന്യമൃഗങ്ങളെ കാണുന്നതേ കലിയാണ്. കാരണം എന്താണ്? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച സർവ്വതും ഈ ജന്തുക്കൾ വന്ന് നശിപ്പിച്ച് കളയും, അല്ലേ? അതുകൊണ്ട് കിട്ടുന്ന രീതിയിൽ ഇതിനെ ഉപദ്രവിച്ച് ഓടിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുക. ആനയ്ക്കും പന്നിക്കും ഒക്കെ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആ മൃഗങ്ങളെയാണ് ഉപദ്രവിക്കേണ്ടത്. ആ മൃഗത്തിൻ്റെ പോലും ബോധമില്ലാതെ കർഷകന് സംരക്ഷണം കൊടുക്കാത്ത സർക്കാരുകളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവരുടെ കഴിവില്ലായ്മകളുമാണ് യഥാർത്ഥത്തിൽ കർഷകനെ പ്രതിസന്ധിയിലാക്കുന്നത്, ഇല്ലേ? ആന മതിൽ പണിത്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളും കൃഷിഭൂമിയും തമ്മിലുള്ള അതിർത്തി കൃത്യമായി നിശ്ചയിക്കുകയും അതിന് മതിലുകളിലൂടെ വേർതിരിവ് ഉണ്ടാക്കുകയും ചെയ്താൽ ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളൊന്നും നമുക്ക് ഏൽക്കേണ്ടി വരുമായിരുന്നു. ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾക്ക് നമ്മെ നിഷ്കരുണം വിട്ടുകൊടുക്കുന്നത് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ടവരുടെ പ്രാപ്തിക്കുറവോ അവരുടെ കർഷകരോടുള്ള കരുതലില്ലായ്മയോ മൂലമാണ്. അതുകൊണ്ട് കർഷകന് ഈ ഉദ്യോഗസ്ഥർക്കെതിരായി തിരിയാൻ മേലാത്തതുകൊണ്ട് അവൻ എന്തു ചെയ്യും? മൃഗങ്ങൾക്കെതിരായി അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. ഇതാണ് ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം. യഥാർത്ഥത്തിൽ മൃഗങ്ങളല്ല ഇവിടുത്തെ പ്രശ്നകാരികൾ ആരാണ്? ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ പറയുന്ന ഈ ഒരു സാഹോദര്യത്തിൻ്റെ പ്രകൃതി ദർശനം, അത് ഈ കാലഘട്ടത്തിന് വളരെ വളരെ ആവശ്യമുള്ള പ്രകൃതി ദർശനമാണ്. നാം ഈ പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മാണുവിനെയും ഓരോ കുഞ്ഞ് പുൽച്ചെടിയെ പോലും സ്നേഹിക്കണം, ആദരിക്കണം, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ എല്ലാം വളരുമ്പോഴാണ് ഈ പ്രപഞ്ചം ദൈവരാജ്യമായി തീരുന്നത് എന്ന അസീസിയിലെ പുണ്യവാളൻ്റെ പ്രകൃതി ദർശനം നമുക്കും സ്വന്തമാക്കാം. അത് ഈ കാലഘട്ടത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് എന്ന് തിരിച്ചറിയും. താങ്ക് യു പിതാവേ. അഭിവന്ദ്യ പിതാവേ, പ്രത്യേകം നന്ദിയുണ്ട്. മനുഷ്യൻ സഹജീവികളോട് സ്നേഹത്തിൽ പെരുമാറുമ്പോൾ സഹജീവികളുടെ മേൽ കടന്നാക്രമിക്കാതിരിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം സുന്ദരമായി തീരുമെന്നുള്ള ഒരു സത്യത്തെ പിതാവ് വ്യക്തമായി പറഞ്ഞു തന്നു. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യവുമായി നമ്മോട് കൂടെയുള്ളത് അഖിലാണ്. അഖിലിനെ കേൾക്കാം. പിതാവേ, എൻ്റെ പേര് അഖിൽ. എൻ്റെ ചോദ്യം ഇതാണ്: എല്ലാ സൃഷ്ടികളിലും വെച്ച് മനുഷ്യന് മാത്രമേ ദൈവത്തെ അറിയുവാനും സ്നേഹിക്കാനും കഴിയുകയുള്ളൂ എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കഴിവ് മനുഷ്യന് ലഭിച്ചിട്ടും അവൻ പാപം ചെയ്ത് ദൈവത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നത് ദൈവമഹത്വത്തെ നഷ്ടമാക്കുന്നതിന് തുല്യമല്ലേ? യെസ്, അഖിലിൻ്റെ വളരെ കഠിനവും സങ്കീർണവും ദീർഘവുമായൊരു ചോദ്യമായിരുന്നു, അല്ലേ? അതെ പിതാവേ. യെസ്, അതായത് മനുഷ്യൻ്റെ മഹത്വം, മനുഷ്യന് മാത്രമേ സൃഷ്ടാവിനെ അറിയാനും സ്നേഹിക്കാനുമുള്ള കഴിവുള്ളൂ. അതാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനമായിട്ട് അഖിൽ പറയുന്നത്. ശരിയല്ലേ? അതെ. ഓക്കെ. എന്നിട്ട് ഈ മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തി സൃഷ്ടാവിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് അവന് ദൈവം നൽകിയ കഴിവുകൾ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമല്ലേ, അല്ലേ? അതിൽ പറഞ്ഞ് വളരെ ശരിയാണ്. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം മനുഷ്യന് മാത്രമേ സൃഷ്ടാവായ ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും ആ സൃഷ്ടാവിനോട് പ്രതികരിക്കാനുമുള്ള കഴിവുള്ളൂ. കാരണം എന്താണ്?
മനുഷ്യനിൽ മാത്രമേ ആ സൃഷ്ടാവ് നേരിട്ട് നൽകിയ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ളൂ. ആത്മാവിൻ്റെ സാന്നിധ്യം വഴി മനുഷ്യന് സൃഷ്ടാവുമായി നേരിട്ട് ബന്ധമുണ്ട്, അല്ലേ? അതായത് ചന്ദ്രയാൻ വിട്ട് ചന്ദ്രനിലെത്തിയപ്പോഴും എന്താണ്, ഇവിടെ ഇരിക്കുന്ന ഭൂമിയിലിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ബാംഗ്ലൂർ ഇരുന്നുകൊണ്ട് കൊടുക്കുന്ന കമാൻഡുകൾ ചന്ദ്രയാൻ പേടക അനുസരിക്കുന്നു. എന്തുകൊണ്ടാണ്? ആ ചന്ദ്രയാൻ പേടകത്തിൽ അവർ ഫീഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ട്, അല്ലേ? അതുപോലെയാണ് ഈ ദൈവത്തിൻ്റെതായി നമ്മുടെ ഉള്ളിൽ ഒരു സത്യമുണ്ട്. ആ സത്യത്തിൻ്റെ പേരാണ് എന്തായിരിക്കും അഖിലേ? ദൈവാത്മാവ്. ദൈവാത്മാവല്ല, നമ്മുടെ ആത്മാവ്, അല്ലേ? ദൈവം നമുക്ക് തന്ന ഒരാത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ സാന്നിധ്യം വഴിയാണ് നമുക്ക് ദൈവത്തോട് സ്നേഹിക്കാനും പ്രതികരിക്കാനും കഴിയുന്നത് എന്നത് സത്യം. പക്ഷെ ദൈവം ഈ കഴിവെല്ലാം തന്നിട്ട് നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന ഈ കഴിവ് തന്നെയല്ല നഷ്ടപ്പെടുത്തുന്നത് എന്ന അഖിലിൻ്റെ ചോദ്യം വളരെ ശരിയാണ്. അതുകൊണ്ട് ഒരിക്കലും പാപം ചെയ്ത് ദൈവം തന്ന മഹത്വം നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാ യുവജനങ്ങളും മാത്രമല്ല വൃദ്ധജനങ്ങളും കുട്ടികളും അടക്കം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പാപം ചെയ്യുന്നതിലൂടെ നമ്മുടെ മഹത്വം എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്, ശരിയാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോയ ആ മഹത്വം നമുക്ക് വീണ്ടെടുത്ത് തരാൻ വേണ്ടി ഈശോ മിശിഹ മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യപ്രകൃതിയുടെ സകല കുറവുകൾക്കും പാപത്തിനും തൻ്റെ ശരീരത്തിലും ആത്മാവിലും പീഡകളേറ്റപ്പോൾ അതിന് പരിഹാരം ചെയ്യുകയും അതുവഴി നമ്മളെ വീണ്ടും മഹത്വമുള്ളവരാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അഖിലെ ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് പാപം ചെയ്തതിലൂടെ മനുഷ്യൻ്റെ മഹത്വം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയോ? പോകുമായിരുന്നു. ഈശോ മിശിഹ ഈ ഭൂമിയിൽ വന്ന് നമ്മളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ പാപം മൂലം നമ്മളെല്ലാം നശിച്ചു പോകുമായിരുന്നു. എന്നാൽ നമ്മളെ അത്രമാത്രം ആഴത്തിൽ അഗാധമായി സ്നേഹിക്കുന്ന ദൈവം നാം ആരും നശിക്കാതിരിക്കാൻ തൻ്റെ ഏകജാതനെ നൽകി നമ്മളെ വീണ്ടെടുത്തു, രക്ഷിച്ചു. അതുവഴി നാം കൃപയ്ക്കുമേൽ കൃപ സ്വന്തമാക്കാൻ അവകാശമുള്ളവരായി തീർന്നു. പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യനുണ്ടായിരുന്ന വരപ്രസാദത്തെക്കാളും കൂടിയ വരപ്രസാദം ഈശോയിലൂടെ നമുക്ക് കൈവന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പാപം ചെയ്തതിലൂടെ മനുഷ്യൻ എന്നേക്കുമായി എല്ലാ മഹത്വവും നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ മഹത്വം ഈശോ നമുക്ക് വീണ്ടെടുത്ത് തന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം. രണ്ടാമതായി, പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മഹത്വം നഷ്ടപ്പെടുന്നു എന്ന് പറയാൻ കാരണം നാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ദൈവമകൻ, ദൈവമകൾ എന്ന പദവിയിൽ നിന്ന് പിശാചിൻ്റെ ദാസനായി, അടിമയായി മാറ്റപ്പെടും. പിശാചിൻ്റെ അടിമ എന്ന് പറയുന്നത് ശരിക്കും അടിമത്തം തന്നെയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ആവർത്തിച്ച് പറയുന്ന സത്യമാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഈ അടിമത്തം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്ന സ്വഭാവമുണ്ട്, ഒരു 5-6 തവണ മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മദ്യം കഴിക്കാതിരിക്കാൻ മേലാത്തൊരു സ്വഭാവം വരും, അല്ലേ? കാരണം അവന് മദ്യപിക്കാതിരിക്കാൻ മേല. അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന യുവജനങ്ങൾ നിശ്ചിത സമയത്ത് മയക്കുമരുന്ന് കിട്ടിയില്ലെങ്കിൽ ആകെ വിറയാണ്, വെപ്രാളമാണ്, ഭ്രാന്തിളകിയതുപോലെ പ്രതികരിക്കുന്നു. അതായത് മയക്കുമരുന്ന് കൂടാതെ ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലെത്തിയെന്ന് പറയുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുക? അടിമത്തം എന്ന് വിളിക്കുക, ഇല്ലേ? പാപം ചെയ്യുന്നതിലൂടെ നമ്മൾ പാപത്തിൻ്റെ അടിമകളായിത്തീരുന്നു. അങ്ങനെ അടിമകളായിത്തീരുക വഴി
മനുഷ്യൻ്റെ യഥാർത്ഥ മഹത്വം അവൻ നഷ്ടപ്പെടുത്തുകയാണ്. എല്ലാ പാപവും മനുഷ്യനെ അടിമകളാക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പുത്രനിൽ മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തൂസ് വിവിത്ത് എന്ന് പറയുന്ന യുവജനങ്ങൾക്ക് വേണ്ടി എഴുതിയ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നൊരു വാചകമുണ്ട്. അല്ലയോ യുവജനങ്ങളെ, നിങ്ങൾ നാളിതുവരെയും തേടി നടന്ന, പലവട്ടം പലയിടത്തും പരിശോധിച്ച് പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടും നിങ്ങൾ ഇപ്പോഴും വ്യഗ്രതപ്പെട്ട് നടക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ യഥാർത്ഥ പേര് നസ്രായനായ ഈശോ എന്ന്. അതൊരു വലിയ സത്യമാണ് മാർപ്പാപ്പ പറയും. നമ്മൾ ഈ സന്തോഷം അവിടെ കിട്ടും ഇവിടെ കിട്ടുമെന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ വ്യഗ്രതപ്പെട്ട് ഓടി നടക്കും. ഫ്രാൻസിസ് പാപ്പ പറയുക, യുവജനങ്ങളെ, നിങ്ങൾ തേടി നടക്കുന്ന ആ സന്തോഷത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് നസ്രായനായ ഈശോ എന്ന്. അതുകൊണ്ട് അഖിലെ, നമ്മൾ പാപം ചെയ്ത് ദൈവമഹത്വം നഷ്ടപ്പെടുത്തി നമ്മുടെ തന്നെ വില ഇല്ലാണ്ടാക്കി നമ്മൾ പിശാചിൻ്റെ അടിമകളായിത്തീർന്നു. പക്ഷേ ഈശോ മിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ നമുക്ക് നഷ്ടമായതെല്ലാം ഇരട്ടിയായി, കൃപയ്ക്കുമേൽ കൃപയായി, അനുഗ്രഹമായി ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിതാവിൻ്റെ ഉത്തരം വളരെ വ്യക്തമായിരുന്നു. വീണ്ടും പിതാവിന് നന്ദി. സങ്കീർണമായ ഒരു ചോദ്യത്തിന് വളരെ ലളിതമായ ഉദാഹരണത്തിലൂടെയും ലളിതമായ വിവരണത്തിലൂടെയും മറുപടി നൽകിയ അഭിമന്യ പിതാവിന് ഹൃദ്യമായ നന്ദി. ഈ ചോദ്യത്തോടുകൂടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ശക്തമായ ചോദ്യങ്ങളും ശക്തമായ ഉത്തരങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. ഏവർക്കും നന്ദി.